മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് മറുപടി നൽകി. ഉപകരണക്ഷമം അധികൃതരെ അറിയിച്ചിരുന്നു. ആശുപത്രിയിലുണ്ടായിരുന്ന ഉപകരണം തന്റേതല്ലെന്നും മറ്റൊരു ഡോക്ടർ സ്വന്തമായി വാങ്ങിയതാണെന്നും ഡോക്ടർ ഹാരിസ് മറുപടി നൽകി. സുനിഷ അയ്യൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യൂർ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഡോക്ടർ ഹാരിസിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന, നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ദിവസം സർജറി മുടങ്ങിയ ദിവസം രണ്ടാമത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ യൂറോളജി 2-ൽ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അവിടെ അൾട്ടർനേറ്റീവ് ഫെസിലിറ്റി, ബദൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് ഡോക്ടർ ഹാരിസ് ഉപയോഗപ്പെടുത്തിയില്ല എന്നൊരു കുറ്റപ്പെടുത്തലുണ്ട് ഈ നോട്ടീസിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. എന്താണ് ഡോക്ടർ ഹാരിസ് നൽകിയിരിക്കുന്ന മറുപടി? ആ മറുപടിയിൽ കാര്യങ്ങൾ വ്യക്തമാണോ? സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് കാരണം കാണിക്കൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അന്വേഷണ കമ്മിറ്റി സമിതി കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് അന്നേ ദിവസം, അതായത് ചികിത്സ മുടങ്ങിയ ദിവസം അന്ന് പ്രോബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹാരിസ് ഡോക്ടർ ഇത്തരത്തിലൊരു കത്തയക്കേണ്ട ഒരു സ്ഥിതി വരുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം അതേ പ്രോബ് ഉപയോഗിച്ച് അവിടെ ചികിത്സ നടന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തൽ, അതാണ് മുഖ്യ പ്രശ്നമായി തന്നെ ഈ നോട്ടീസിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. അത്തരം ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് അതിന് മറുപടി നൽകിയിരിക്കുന്നത് എന്നതാണ്. അതായത് താൻ പറഞ്ഞ ദിവസം പ്രോബ് ഉണ്ടായിരുന്നില്ല, മറ്റൊരു പ്രോബ് ഉപയോഗിച്ച് അടുത്ത ദിവസം ശസ്ത്രക്രിയ നടന്നു എന്ന് പറയുന്നത് തന്റെ കൂടെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടർ സ്വയം പണം നൽകി വാങ്ങിയ ഒരു പ്രോബാണ് എന്നുള്ളതാണ്. അത് സർക്കാർ നൽകിയിരിക്കുന്ന പ്രോബല്ല. അത്തരത്തിലൊരു പ്രോബ് ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം വാങ്ങിയൊരു പ്രോബാണ്. അതുപയോഗിച്ച് തനിക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ അന്ന് പറഞ്ഞ കാര്യം, അതായത് ഈ പ്രോബ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം, അത് ശരിയാണ്. അന്നുണ്ടായിരുന്നത് മറ്റൊരു ഡോക്ടറുടെയാണ്. അതിന് കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ തള്ളിക്കൊണ്ട് തന്നെ അതിന് മറുപടി നൽകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ എന്തുകൊണ്ട് ഇത് കൃത്യമായി സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും പറഞ്ഞില്ല എന്നൊരു ചോദ്യം കൂടി ഉയർന്നിരുന്നു. പക്ഷേ താൻ ഈ വിഷയം 1-2 തവണ കാര്യങ്ങളായി തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് മറുപടിയായി പറയുന്നത്. പക്ഷേ എല്ലാ സമയവും കൂടുതൽ ആളുകളോട് പറയുക എന്നതിലെ ഔചിത്യവും തീർച്ചയായിട്ടും ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ചട്ടലംഘനം, സർവീസ് ചട്ടലംഘനം നടത്തി നേരത്തെ തന്നെ ഹാരിസ് ഡോക്ടറോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത്, തനിക്കറിയാം താനൊരു സർക്കാർ സർവീസിലിരിക്കുന്ന ഒരാൾ പുറത്തു വന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ല എന്നറിയാം, പക്ഷേ സാഹചര്യം കൊണ്ടാണ് പറയേണ്ടി വന്നത് എന്ന് ഹാരിസ് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിലും മറുപടി നൽകിയിരിക്കുന്നത്. അതിൽ ക്ഷമാപണം കൂടി ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയായി അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങളും ഈ സമിതി കണ്ടെത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് DME കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത്. അതിലെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി തന്നെ വിശദീകരണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. അരുൺ, താങ്ക് യു സുനിഷ.